ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഗപ്പി ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുറേ ഇലകളൊക്കെ വീണ് വെള്ളമൊക്കെ കേടായിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗപ്പികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കാക്ക ഭയങ്കരമായിട്ട് ശല്യമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാര്യമാക്കണ്ട. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഈ ഗപ്പികളൊക്കെ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഈ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളുടെ ഫിഷ് ടാങ്ക് ഇത്ര വൃത്തികേടാവാനുള്ള കാരണം ഈ കാണുന്ന മാവാണ് കേട്ടോ. ഇതിൻ്റെ എല്ലയും മാങ്ങയൊക്കെ വീണിട്ടാണ് കേട്ടോ നമ്മുടെ ഫിഷ് ടാങ്ക് ഇത്ര വൃത്തികേടായിട്ടുണ്ടായിരുന്നത്. ഫിഷ് ടാങ്കിലെ വെള്ളമൊക്കെ വറ്റി വന്നപ്പോൾ നമ്മളിത് ഇങ്ങനെയായിരുന്നു കേട്ടോ കണ്ടത്. ഫുൾ മാവിൻ്റെ ഇലകളായിരുന്നു. പിന്നെ ഇതേ വെള്ളത്തിൻ്റെ കളറൊക്കെ ആകെ മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതേ ഗപ്പികളൊക്കെ സേഫായിട്ട് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനത്തെ ടാങ്കിലുണ്ടായിരുന്ന ഇലകളൊക്കെ മാറ്റി വെള്ളമൊക്കെ നിറച്ചു. അങ്ങനെ നമ്മൾ ഗപ്പീസിനൊക്കെ അതിലേക്ക് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടുത്തത് നമുക്കിത് മൂടാനുള്ളൊരു ഷീറ്റ് വേണം. അപ്പോൾ എനിക്ക് തപ്പിപ്പോൾ ഈ ഒരു ഷീറ്റാണ് കിട്ടിയത് കേട്ടോ. ഇലകൾ വീഴാണ്ടിരിക്കാൻ തൽക്കാലം മൂടാം എന്ന് മാത്രം. അങ്ങനെ അതൊക്കെ വെച്ച് അടച്ചു വെച്ചു കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഷീറ്റൊക്കെ മാറ്റി നോക്കിയത്. അപ്പോൾ അധികം ഇലകളൊന്നും വീണിട്ടില്ല. പിന്നെ ഒരു ഹാപ്പി ന്യൂസ് എന്ന് പറയാം, നമ്മുടെ ഗപ്പീസൊക്കെ പാറ്റിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെയാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. തലേദിവസം നമ്മൾ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഗപ്പികളൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഗപ്പികളൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നന്നായിട്ട് വയറൊക്കെ വീർത്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാവിലെ ഷീറ്റൊക്കെ മാറ്റി നോക്കിയപ്പോഴാണ് കേട്ടോ നമ്മൾ ഈ ഗപ്പി കുട്ടികളൊക്കെ കണ്ടത്. നമ്മളുടെ വീട്ടിൽ വേറെ വെറൈറ്റി ഗപ്പികൾ ഉണ്ടെങ്കിലും ഈ ഒരു ബ്രീഡിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ട് ഈ ടാങ്കിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളുടെ വീട്ടിലെ ബാക്കിയുള്ള മീനുകളൊക്കെ നമ്മൾ ഫ്രിഡ്ജ് ബോക്സിലാണ് കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാൻ ഫ്രിഡ്ജ് ബോക്സ് കാട്ടിത്തരാം. പിന്നെ നമ്മളത് ആമ്പലിൻ്റെ ചെടിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതൊക്കെ ആമ്പൽ വിരിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. പിന്നെ അതൊരു ബഡൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ ഫ്രിഡ്ജ് ബോക്സിലത്തെ മീനുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് മിക്സ്ഡ് ഗപ്പീസ് ആയിട്ടാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ അതിൽ നമുക്ക് റെഡ് മോളി ഉണ്ട്, ഗോൾഡ് ഫിഷ് ഉണ്ട്, അങ്ങനെ വേറെ കുറച്ച് വെറൈറ്റി മീനുകളൊക്കെ ഉണ്ട്. പിന്നെ റെഡ് മോളിയുടെ ഒരു കുട്ടീനെയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ റെഡ് മോളിനെ കാണാനായിട്ട്. പിന്നെ പാറ്റി കഴിഞ്ഞാൽ കുറേ കുട്ടികളുണ്ടാവും. നമ്മുടെ ഫിഷ് ടാങ്കിലും കുറച്ച് കുട്ടികളുണ്ട്, താഴെയൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ നമുക്കിതേ ഗോൾഡ് ഫിഷ് ഉണ്ട്. ഗോൾഡ് ഫിഷ് കുറച്ചധികം ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ 2-3 എണ്ണമൊക്കെ ഉള്ളൂ കേട്ടോ നമുക്ക്. അപ്പോൾ നമ്മുടെ കുഞ്ഞ് വീഡിയോ എത്ര ഉള്ളൂ. ബൈ.